ക്രിക്കറ്റ് മൈതാനത്ത് വിരാട് കോഹ്ലി എന്ന പേര് വെറും ഒരു കളിക്കാരൻ്റെതല്ല, അതൊരു വികാരമാണ്. കഴിഞ്ഞ മെയിൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിരമിക്കൽ കോടിക്കണക്കിന് ആരാധകരെയാണ് കണ്ണീരിലാഴ്ത്തിയത്. സച്ചിന്റെ റെക്കോർഡുകൾക്ക് പിന്നാലെ പാഞ്ഞ വിരാട് 10,000 റൺസ് എന്ന സ്വപ്നത്തിലേക്ക് തൊട്ടടുത്ത് വെച്ച് കളി നിർത്തിയത് ഇന്നും ഉൾക്കൊള്ളാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല. 2020 ശേഷം ഫോമിൽ ചില മങ്ങലുകളേറ്റെങ്കിലും വെള്ളക്കുപ്പായത്തിൽ ആ പഴയ വിരാട്ടിനെ വീണ്ടും കാണുമെന്ന് ലോകം ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിരമിക്കൽ പ്രഖ്യാപനം ഒരു നോവായി ഇന്നും ക്രിക്കറ്റ് പ്രേമികളുടെ ഉള്ളിലുണ്ട്. ഇപ്പോൾ റോബിൻ ഉത്താപ്പ പങ്കുവെച്ച ആ ചിത്രം നമ്മളോട് പറയുന്നത് മറ്റൊരു കഥയാണ്. പരിശീലനത്തിനിടെ വിരാട്ടിന്റെ കണ്ണുകളിൽ കാണുന്ന പഴയ തീഷ്ണതയും വാശിയും ഒരു മടങ്ങിവരവിന്റെ സൂചനയാണോ? അവന്റെ കണ്ണുകൾ ഒരു കഥ പറയുന്നു. അവൻ തിരിച്ചു വരേണ്ട സമയമാണിത് എന്ന ഉത്താപ്പയുടെ വാക്കുകൾ ഓരോ ആരാധകന്റെയും ഉള്ളിലെ ആഗ്രഹമാണ്. അത് കേവലം ഒരു മുൻ സഹതാരത്തിന്റെ വാക്കുകളല്ല, മറിച്ച് വിരാടിനെ സ്നേഹിക്കുന്ന ലോകമെമ്പാടുമുള്ള ആരാധകരുടെ പ്രാർത്ഥനയാണ്. നമുക്ക് വേണ്ടത് ആ പഴയ അഗ്രസീവ് വിരാടിനെയാണ്. സെഞ്ചുറിക്ക് ശേഷം ആകാശം നോക്കി ഗർജിക്കുന്ന, എതിരാളികളുടെ കണ്ണിലേക്ക് നോക്കി പോരാടുന്ന, ടീമിനായി ജീവൻ നൽകുന്ന ആ നായകനെ. 10,000 റൺസ് എന്ന നാഴികക്കല്ല് വിരാടിനെ കാത്തിരിക്കുകയാണ്. അത് വെറും ഒരു സംഖ്യയല്ല, അദ്ദേഹത്തിന്റെ വർഷങ്ങളായുള്ള കഠിനാധ്വാനത്തിനുള്ള അന്തിമ അംഗീകാരമാണ്. ആ നേട്ടം കൈവരിക്കാതെ അദ്ദേഹം പടിയിറങ്ങുന്നത് ക്രിക്കറ്റ് ചരിത്രത്തിന് തന്നെ ഒരു നഷ്ടവുമാണ്. രാജാവ് തന്റെ സിംഹാസനം ഉപേക്ഷിച്ചു പോയിരിക്കാം, പക്ഷെ ആ സ്ഥാനം ഇന്നും ഒഴിഞ്ഞു തന്നെ കിടക്കുന്നു. അവിടെ മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും ആരാധകർക്ക് കഴിയില്ല. വരാനിരിക്കുന്ന ഇംഗ്ലണ്ട് പര്യടനത്തിന് മുൻപായി അദ്ദേഹം തന്റെ തീരുമാനം മാറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം വിരാട്ടില്ലാതെ ടെസ്റ്റ് ക്രിക്കറ്റ് പൂർണ്ണമാവില്ല. ആ ബാറ്റിൽ നിന്നും ഇനിയും ക്ലാസിക് ഇന്നിങ്സുകൾ പിറക്കാനുണ്ട്. വിരാട് മൈതാനം നിങ്ങളെ വിളിക്കുന്നു, ആരാധകർ കാത്തിരിക്കുന്നു. അതെ, ചില വിരമിക്കലുകൾ ഒരു വലിയ മടങ്ങിവരവിനായുള്ള തയ്യാറെടുപ്പാണ്. ആ രാജകീയമായ മടങ്ങിവരവിനായി നമുക്കും കാത്തിരിക്കാം.